ആദില നൂറയും അനീഷും തമ്മിലുള്ള ഒരു ആർഗ്യുമെന്റ് നമ്മൾ കണ്ടു. ശരിക്കും പറഞ്ഞാൽ വളരെ അൺനെസസറി ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആണ്. നമ്മൾ ഒരു ഗെയിം കളിക്കാൻ ചെല്ലുമ്പോൾ അവിടെ പേഴ്സണലി നമുക്ക് ആ ഒരു വ്യക്തിയെ ദ്രോഹിക്കാനായിട്ട് അവരുടെ ഫാമിലിയെ അതിനകത്തേക്ക് അങ്ങനെ വലിച്ചിടുന്നത് ശരിയല്ല എന്നാണ് നമ്മൾ, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ, വി ആർ വെരി പ്രൊട്ടക്റ്റീവ് ഓഫ് അവർ ഫാമിലീസ്. അപ്പം അങ്ങനെ അവരുടെ ഫാമിലീസിനെ അതിന്റെ അകത്തേക്ക് വലിച്ചിടരുത്. കാരണം ഇഫ് യു ഡോണ്ട് നോ ദാറ്റ് പേഴ്സൺ, അവരെ അറിയില്ല, അവരുടെ ഫാമിലീസിനെ അറിയില്ല, എന്താണ് ഇഷ്യൂ എന്നുണ്ടായെന്ന് നമുക്കറിയില്ല. അപ്പൊ ആ ഫാമിലീസിനെയൊക്കെ അങ്ങനെ ഒരു ഇത്രയും ആൾക്കാർ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വലിച്ചിടുന്ന അത്ര നല്ലൊരു കാര്യമല്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അനീഷിന്റെ ആ ഒരു കോൺവെർസേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് ഒരു പൊടിക്ക് ഓവറാണ്. ശരിക്കും പല കാര്യങ്ങളിലും ഓവറാണ്. കാരണം നമ്മൾ കണ്ടു, ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടു 2 പരാതിപ്പെട്ടികൾ ഉണ്ടായിരുന്നു. ഒരെണ്ണം അനീഷിനെതിരെയുള്ള പരാതികൾ മാത്രമായിരുന്നു അതിനകത്ത്. മറ്റേ ബോക്സിലാണ് ബാക്കിയുള്ളവർക്കെതിരെയുള്ള കംപ്ലൈന്റ്സ് വന്നിരിക്കുന്നത്. അനുമോൾ, അപ്പാനി, ശരത്ത്, ആദില നൂറ, അഭിലാഷ്, ശൈത്യ, അങ്ങനെ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്ത്, അതായത് അനീഷിനെതിരെ പരാതി കൊടുത്ത് എനിക്ക് തോന്നുന്നു ഒരു 8-10ഓളം കണ്ടസ്റ്റന്റ്സ് അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു.